ജില്ലയ്ക്ക് ഇന്ന് തൊട്ട് അങ്ങോട്ടുള്ള ഒരാഴ്ചത്തേക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഗ്രീൻ അലേർട്ടാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ പ്രവചനത്തെയൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ശക്തമായ മഴ ഇന്നലെ രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ രാവിലെ വലിയ മഴ പെയ്തില്ല, ചെറിയ മഴ നിൽക്കുകയാണ്. അപ്പം ചെറിയ മഴയെന്ന് പറയുമ്പോഴും ഇടയ്ക്ക് പെയ്യുന്ന മഴയ്ക്കൊക്കെ തന്നെ വലിയ മഴപ്പെയ്ത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ ചാറുന്നുമുണ്ടെന്നുള്ളൊരു സാഹചര്യമാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. പക്ഷേ നഗരത്തിൽ പല പ്രദേശങ്ങളും വെള്ളക്കെട്ടായി മാറുന്ന ഒരു സ്ഥിതിവിശേഷം കൂടെയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് അമ്പലത്തറയിലെ റോഡിലാണ്. അമ്പലത്തറ റോഡ് അമ്പലത്തറ സ്കൂൾ അടക്കമുള്ള പ്രദേശത്തെ റോഡാണ്. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇതിപ്പം. നമ്മൾ വന്നതിന് ശേഷം തന്നെ 4ഓളം പേരാണ് ഈ കുഴിയിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായി. റോഡൊക്കെ തന്നെ മൊത്തത്തിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതുകൂടാതെ ശക്തമായ കാറ്റ് ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാറ്റിൽ ഇന്നലെ ഇരട്ടച്ചിറ എന്ന സ്ഥലത്ത് ആറ്റിങ്ങൽ ഇരട്ടച്ചിറയിൽ വലിയ തേക്കുമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും വീട് തകരുന്ന ഒരു സാഹചര്യം. ഈ സമയത്ത് കുടുംബാംഗങ്ങളൊക്കെ തന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ മരം വീഴുന്നത്. എന്തായാലും അത്ഭുതപരമായിട്ട് ഈ വീട്ടുകാർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കിളിമാനൂർ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചറിയിച്ചിട്ടും ഇവർ എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എത്തിയില്ല. ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് ആളെത്തിയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീട്ടുകാർ സൂചിപ്പിക്കുന്നു. അപ്പം ശക്തമായ കാറ്റ് ജില്ലയിൽ ഇന്നലെ രാത്രി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാത്രി കാലത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ ശക്തമായ മഴ ജില്ലയിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും ഈ റോഡിൻ്റെ അവസ്ഥ, അമ്പലത്തറ റോഡിൻ്റെ ഒക്കെ അവസ്ഥ വളരെ രൂക്ഷമാണ്. വാഹന ഗതാഗതം വലിയ ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. എന്തായാലും പ്രദേശവാസികൾ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ്? ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ തന്നെ ഇന്നലെ രാത്രി ഇതിനകത്ത് വീഴുന്നു. ആ വേദനയോടുകൂടിയാണ് പറയുന്നത്. ഞാൻ തന്നെ ഇന്നലെ ഈ കുഴിക്കകത്ത് വീഴുകയുണ്ടായി. ഇപ്പോൾ തന്നെ വലിയ വണ്ടികൾ വരെ താഴ്ന്നു പോകുന്നു. ഈ കാണുന്ന കേവലം ഒരു വെള്ളം മാത്രമല്ല, വലിയ വെള്ളക്കെട്ടാണ്. ഏതാണ്ട് ഒരു ഇത്ര വലിയൊരു ഭാഗം, ഇത്ര അടിയോളം വലിയൊരു കുഴിയാണ്. വലിയ വാഹനങ്ങൾ വരെ വരുന്ന വണ്ടിയെ കണ്ടാൽ അറിയാം. ആ വഴിയിൽ കുഴിയിൽ ചാടിയ രക്ഷപ്പെടാൻ പാടാണ്. മിക്കവാറും എല്ലാ വാഹനങ്ങളും ഇവിടെ പോകുന്ന സ്കൂട്ടർ, 3 വീലറും 2 വീലറും എല്ലാം അതിൽ പതിഞ്ഞ് വീഴാറുണ്ട്. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് പോലും അതിൽ വീഴുന്ന കണ്ടോ, കയറാൻ പറ്റുന്ന പാട് കണ്ടോ, അത്രയധികം വലിയ ബുദ്ധിമുട്ടാണ്. ഇതിനെല്ലാം പുറമെ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ സ്കൂൾ അകത്താണ്. ഇതായി കാണുന്ന തൊട്ടടുത്തിരിക്കുന്നതാണ് സ്കൂളിലെ കുട്ടികൾ എപ്പോഴും യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവരെ കൊണ്ടുപോകാനായിട്ട് രക്ഷകർത്താക്കൾ ബൈക്കിലും മറ്റുമൊക്കെ വരുന്നതാണ്, ഓട്ടോയിലുമൊക്കെ. ഇവരെല്ലാം വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ്. ഈ റോഡ് ഈ കാണും പോലെ അല്ല, വളരെ അപകടമായ അവസ്ഥയാണ്. വലിയൊരു കുഴിയാണിത്. ഈ കാണുന്നതെല്ലാം വലിയ കുഴികളാണ്. ഇതിൽ വീഴുന്ന ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി. എനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനൊരു കാര്യമായി ഗവനിക്കുന്നില്ല. പോരാത്തിന് ഏറ്റവും വിഷമകേറിയ കാര്യം സ്കൂൾ കുട്ടികൾ, ഇതാണ് ഈ സ്കൂളാണ്. സ്കൂളിൻ്റെ നടയിൽ കുട്ടികളൊക്കെ വരുന്ന സ്ഥലമാണ് ഇത്. രതീഷ്, ഈ അമ്പലത്തറ റോഡ് എന്തായാലും ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡോ മറ്റോ അല്ല. പക്ഷേ ഇവിടെ റോഡ് പണി കുറേ കാലമായിട്ട് തന്നെ പല പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ റോഡിൻ്റെ പണി നടക്കുന്നില്ല. ഒപ്പം തന്നെ ഈ കനത്ത മഴയിൽ വെള്ളം കയറി സ്കൂൾ കുട്ടികൾക്കടക്കം നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെ ഈ ആൽത്തറ റോഡിൽ